നമസ്കാരം. രാജ്യത്തെ സ്നേഹിക്കുന്ന പ്രേക്ഷകരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഞെട്ടിക്കുന്ന ഒരു വാർത്ത അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളാണ് ഇന്ന് പങ്കുവെക്കാനുള്ളത്. പക്ഷേ അതിന് പറ്റിയ സമയം ഇതാണോ എന്ന് എനിക്കും സംശയമുണ്ട്. കാരണം ദൃശ്യമാധ്യമങ്ങൾ ഇത്രയും ടോക്സിക്കായിട്ട് ഒരു വാർത്ത കൈകാര്യം ചെയ്ത അവസരം ഈ അടുത്ത സമയത്തൊന്നും ഉണ്ടായിട്ടില്ല എന്ന് വേണം പറയാൻ. മലയാള സിനിമയുടെ പിന്നാമ്പുറത്ത് നടക്കുന്ന നാറിയ കഥകളെക്കുറിച്ച് അന്തവും കുന്തവും ഇല്ലാത്ത രീതിയിൽ വാർത്തകൾ എടുത്ത് റിപ്പോർട്ട് ചെയ്യുകയാണ് ഓരോ മാധ്യമങ്ങളും. വലിയ മത്സരമാണ് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നടക്കുന്നത്. ഒരുപക്ഷെ പ്രേക്ഷകർക്കും അത് താല്പര്യമുള്ളത് കൊണ്ടാവാം, അല്ലെങ്കിൽ അവരുടെ ടൈം റേറ്റിങ്ങിനെ അത് നന്നായിട്ട് സഹായിക്കുന്നതുകൊണ്ടാവാം ഈ മത്സരബുദ്ധി തന്നെ ഇക്കാര്യത്തിൽ വരുന്നത്. എന്തായാലും അതിനിടയിലും നമ്മൾക്ക് പറയേണ്ട ചില കാര്യങ്ങളുണ്ട്. കാരണം ഇങ്ങനെ ഒരേ വാർത്തയുടെ പിന്നാലെ എല്ലാ ചാനലുകളും 24 മണിക്കൂറും പോകുമ്പോൾ സമൂഹത്തിൽ അറിയിക്കേണ്ട അല്ലെങ്കിൽ ജനങ്ങൾ അറിയേണ്ട, അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടേണ്ട കുറേ വിഷയങ്ങളാണ് ഇതിൽ നിന്ന് അല്ലെങ്കിൽ ഔട്ടാവുന്നത്, അല്ലെങ്കിൽ അത് പൂർണ്ണമായും തിരസ്കരിക്കപ്പെടുന്നത്, തമസ്കരിക്കപ്പെടുന്നത്. അത് യഥാർത്ഥത്തിൽ ജേർണലിസമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതും ഒരു ചർച്ചയ്ക്ക് വിഷയമാണ്. കാരണം ജനങ്ങൾക്ക് താല്പര്യമുള്ളതല്ലേ കൊടുക്കേണ്ടത് എന്നുള്ള ചോദ്യമായിരിക്കും മറുവശത്ത് നിന്ന് വരിക. എന്തായാലും ആ വിഷയം അവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഒരു റിപ്പോർട്ടിനെ കുറിച്ചാണ്. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ മുമ്പിലുള്ള ഒരു റിപ്പോർട്ട് അനുസരിച്ച് ജോർജ് സോറോസ് ഉൾപ്പെട്ട അന്താരാഷ്ട്ര ലോബി ഇപ്പോൾ ലക്ഷ്യം വെക്കുന്നത് നരേന്ദ്രമോദിയെ മാത്രമല്ല എന്നുള്ള ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ പരിഗണനയിലുള്ളത്, അല്ലെങ്കിൽ അവരുടെ മുന്നിലുള്ളത്. ആ റിപ്പോർട്ട് അനുസരിച്ച് മോദിക്കപ്പുറം രാഷ്ട്രവാദികളായ BJPക്കാർ പോലും അല്ലാത്ത നിരവധി നേതാക്കന്മാർ അവരുടെ ഹിറ്റ് ലിസ്റ്റിലുണ്ട് എന്ന് പറയുന്നു. ഹിറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ കൊന്നുകളയാനുള്ള ഹിറ്റ് ലിസ്റ്റ് എന്നല്ല അതിൻ്റെ അർത്ഥം, മറിച്ച് അവരുടെ രാഷ്ട്രീയ ഭാവി ഇല്ലാതാക്കാൻ, അവരുടെ അടിസ്ഥാനപരമായി അവരുടെ ജനപിന്തുണ ഇല്ലാതാക്കാനുള്ള വലിയ ഗൂഢപദ്ധതികൾ അണിയറയിൽ ഒരുങ്ങുന്നു എന്ന് തന്നെയാണ് അതിനർത്ഥം. ഇതിൽ നിരവധി നേതാക്കന്മാരുണ്ടെങ്കിലും 2 പേരുടെ പേരുകൾ അതിൽ വളരെ കൃത്യമായി ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ആ റിപ്പോർട്ടിലേക്ക് വരുന്നതിന് മുമ്പ് 1-2 കാര്യങ്ങൾ പ്രേക്ഷകരുടെ കൂടി ഓർമ്മപ്പെടുത്തൽ എന്നുള്ള രീതിയിൽ പറയട്ടെ. ജോർജ് സോറോസ് ആൻഡ് ടീമിനെ കുറിച്ചാണ്. അവർ ഈ കഴിഞ്ഞ ഇലക്ഷൻ എന്താണ് ചെയ്തത്, അല്ലെങ്കിൽ ഒരു വിദേശ ഇടപെടൽ ഏതർത്ഥത്തിൽ, ഏത് തരത്തിൽ, ഏത് അറ്റം വരെ പോയി എന്നുള്ളത് വളരെ കൃത്യമായി തന്നെ ഒരു റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. നിരവധി വിവരങ്ങൾ ഒരുമിച്ച് ഏകോപിപ്പിച്ച് കൊണ്ടുവന്ന ഒരു റിപ്പോർട്ടാണ്. 85 പേജുണ്ട് ആ റിപ്പോർട്ട്. എങ്ങനെയാണ് ഭാരതത്തിലെ തിരഞ്ഞെടുപ്പിന് പാരവെക്കാൻ അല്ലെങ്കിൽ അതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം നടന്നതെന്ന് വളരെ കൃത്യമായി ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ അതിൽ നിരവധി പേരുകൾ പരാമർശിക്കപ്പെടുന്നുണ്ട്. ഒന്ന് തീർച്ചയായിട്ടും സോറോസാണ്. അയാൾ നേതൃത്വം കൊടുക്കുന്ന ഓപ്പൺ സൊസൈറ്റി ഫൗണ്ടേഷനാണ് എന്ന് മാത്രമല്ല, ഒരു ക്രിസ്റ്റഫർ ജഫർലെറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ നേരത്തെ ഈ പരിപാടിയിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം ഒരു ഫ്രഞ്ചുകാരനാണ്. അദ്ദേഹം ഒരു ഇൻഡോളജിസ്റ്റാണ്, ഇന്ത്യ വിദഗ്ധനാണ് എന്നാണ് പറയുന്നത്. ഈ ജഫർലോട്ടിനെ ഉപയോഗിച്ചാണ് പല കാര്യങ്ങളും ഇന്ത്യയിൽ നടന്നിട്ടുള്ളത്, പല ഓപ്പറേഷൻസും നടന്നിട്ടുള്ളത് എന്ന് മാത്രമല്ല, ഹെൻറി ലൂക്ക് ഫൗണ്ടേഷൻ, ഫോർഡ് ഫൗണ്ടേഷൻ തുടങ്ങിയ വലിയ ഫൗണ്ടേഷനുകൾ വഴി, വലിയ NGOകൾ വഴി കോടിക്കണക്കിന് രൂപ ഭാരതത്തിലേക്ക് ഈ കാലഘട്ടത്തിൽ ഒഴുകിയ കാര്യവും നിരവധി രാഷ്ട്രീയ നേതാക്കന്മാർക്കും മാധ്യമങ്ങൾക്കും ഇതുകൊണ്ട് വലിയ ഗുണമുണ്ടായ കാര്യവും ഒക്കെ ആ റിപ്പോർട്ടിൽ വളരെ കൃത്യമായിട്ട് തന്നെ പറയുന്നുണ്ട്. അത് വിശ്വസിക്കേണ്ടവർക്ക് വിശ്വസിക്കാം, വിശ്വസിക്കാതിരിക്കേണ്ടവർക്ക് അത് തള്ളിക്കളയുകയും ചെയ്യാം. അത് മറ്റൊരു കാര്യം. പക്ഷേ ഈ റിപ്പോർട്ട് അനുസരിച്ചല്ലെങ്കിൽ കൂടി അറിയാവുന്ന കുറേ കാര്യങ്ങളുണ്ട്. ജോർജ് സൊറോസിൻ്റെ കാര്യവും ഒരു ഹെൻറി ലൂക്ക് ഫൗണ്ടേഷൻ്റെ കാര്യവും ഞാൻ പറഞ്ഞു. ആ ഫൗണ്ടേഷന് ഇന്ത്യയിൽ ജീവിക്കുന്ന മുസ്ലിങ്ങൾ, ഹിന്ദു ഭൂരിപക്ഷ പ്രദേശമായ ഭാരതത്തിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളെക്കുറിച്ചുള്ള ഒരു പഠനം നടത്താൻ വേണ്ടി $38,500 2021-നും 2024-നും ഇടയിൽ ലഭിച്ചു എന്നുള്ളത് കൃത്യമായിട്ട് ആ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. ഒരു ചെറിയ സംഭാവനയായിട്ട് മാത്രം കണക്കാക്കിയാൽ മതി, മറ്റ് സംഭാവനകൾ വേറെയുണ്ട്. ഹ്യൂമൻ റൈറ്റ്സ് വാച്ച് എന്ന് പറയുന്ന മറ്റൊരു സംഘടനയ്ക്ക് $3 ലക്ഷം ലഭിച്ചിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഇന്ത്യയിലെ പ്രവർത്തനങ്ങൾക്ക് മാത്രം. ഇതൊക്കെ ഇത്രയും പണം ഇത്രയും ഓർഗനൈസേഷൻസ് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലെല്ലാം എന്തായാലും കൃത്യമായ ഒരു പദ്ധതിയുണ്ട് എന്നുള്ള കാര്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. പക്ഷേ ഇതിൽ നിന്നെല്ലാം വളരെ വ്യക്തമാണ് ഇതൊക്കെ വളരെ ഐസ്ബർഗിൻ്റെ ഒരു ടിപ്പെന്ന് പറയുന്ന പോലെ, മഞ്ഞുമലയുടെ ഒരു
ചെറിയ അംശം അല്ലെങ്കിൽ ഒരറ്റം മാത്രമാണ് ഈ കാണുന്നത്. ഇത് 2 ഓർഗനൈസേഷന് കൊടുത്ത പൈസ അതിൽ ആ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും മറ്റു വ്യക്തികൾക്കും മറ്റ് സ്ഥാപനങ്ങൾക്കും ഒക്കെ കൊടുത്ത കാര്യം ഇതിനു മുമ്പ് വാർത്തകളിലൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ അർത്ഥത്തിൽ വലിയ തോതിൽ ഇന്ത്യയിൽ ഒരു അട്ടിമറിക്ക് ശ്രമിച്ച, തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കാൻ ശ്രമിച്ച, മോദിയെ ഒരു ഡിക്റ്റേറ്റർ, അദ്ദേഹം ഒരു ഏകാധിപതിയാണ് എന്നുള്ള ഒരു ഇമേജ് ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ ശ്രമിച്ച, ഇത് അവസാനത്തെ തിരഞ്ഞെടുപ്പായിരിക്കുമെന്ന് പ്രചരിപ്പിച്ച, ഇങ്ങനെയൊക്കെ പല രീതിയിൽ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ ശ്രമിച്ച, ദേശീയത എന്നുള്ള വികാരത്തിൽ അധിഷ്ഠിതമായ രാഷ്ട്രീയ ആദർശം പേറുന്ന ഒരു ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാനുള്ള ആ ശ്രമങ്ങളുടെ ഭാഗമാണ് ഞാൻ ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൽ അവർ ഉദ്ദേശിച്ച കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ കൂടി ചെറിയ തോതിലെങ്കിലും തങ്ങളുടെ കാര്യങ്ങൾ വിജയിച്ചു എന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. കാരണം ജയിച്ചവർക്ക് ജയിച്ചതിൻ്റെ പൂർണ്ണ സന്തോഷമോ തോറ്റവർക്ക് തോറ്റതിൻ്റെ പൂർണ്ണ സങ്കടമോ ഇല്ലാത്ത ഒരു തെരഞ്ഞെടുപ്പ് വിധിയാണ് ഇപ്രാവശ്യം വന്നതെന്ന് നമുക്കറിയാം. അത് ഞങ്ങളുടെ പ്രവർത്തന ഫലമാണ് എന്ന് അവർക്ക് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടിട്ടുണ്ട്. പല രാഷ്ട്രീയ നേതാക്കന്മാരും ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, പറയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെ ഹിന്ദു സമൂഹത്തിനുള്ളിൽ ജാതിയും സംവരണവും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞ് ഭിന്നിപ്പുണ്ടാക്കാം, എങ്ങനെ മുസ്ലിം വോട്ട് ബാങ്കിനെ കയ്യിലെടുക്കാം, ഇതെല്ലാം പല രീതിയിലും പല ഉപദേശങ്ങൾ വിദേശത്ത് നിന്ന് കിട്ടിയതാണെന്ന് വളരെ കൃത്യമായിട്ട് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ഈ ടീമാണ് ഇപ്പോൾ ഇലക്ഷന് ശേഷം മോദിയെ മാത്രമല്ല മറ്റ് ചില രാഷ്ട്രീയ നേതാക്കന്മാരെ കൂടി ലക്ഷ്യം വെക്കുന്നത്. അതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട പേര് 2 പേരുകളാണ്. ഒന്ന് ചിരാഗ് പാസ്വാനാണ്. ചിരാഗ് പാസ്വാനെ നമുക്ക് എല്ലാവർക്കും അറിയാം. NDAയുടെ ഒരു ഘടകകക്ഷിയുടെ ശക്തനായ നേതാവാണ് ചിരാഗ് പാസ്വാൻ. രാംവിലാസ് പാസ്വാൻ്റെ മകനാണ്. അതിനുപരി ശക്തമായ ഹിന്ദുത്വ പ്രതിച്ഛായയുള്ള ദേശീയതയും രാഷ്ട്രസ്നേഹവും എപ്പോഴും വളരെ ശക്തമായ ഐഡിയൽസായിട്ട് അല്ലെങ്കിൽ ശക്തമായ ആദർശമായി കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തി കൂടിയാണ് ചിരാഗ് പാസ്വാൻ. ചിരാഗ് പാസ്വാനെയാണ് ഒരു അർത്ഥത്തിൽ ആദ്യം ഇവർ ടാർഗറ്റ് ചെയ്യുന്ന ഒരു വ്യക്തി. മറ്റേ വ്യക്തി അതിലും പ്രധാനപ്പെട്ട ഒരാളാണ്. അത് പവൻ കല്യാണാണ്. പവൻ കല്യാണിനെ ആന്ധ്ര രാഷ്ട്രീയത്തിൽ ഉദിച്ചുയരുന്ന താരമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഈ കഴിഞ്ഞ ഇലക്ഷനിലെ യഥാർത്ഥത്തിൽ മോദി കഴിഞ്ഞാൽ ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്നത് പവൻ കല്യാണായിരുന്നു. പവൻ എന്ന് പറഞ്ഞാൽ കാറ്റാണ്. പവൻ കാറ്റല്ല, കൊടുങ്കാറ്റാണ് എന്ന് പറഞ്ഞത് നരേന്ദ്രമോദിയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആന്ധ്രാപ്രദേശിൽ TDP ചന്ദ്രബാബു നായിഡുവും BJPയും തമ്മിൽ സഖ്യമുണ്ടാക്കുകയും ആ സഖ്യത്തിന് വലിയ തോതിൽ തെരഞ്ഞെടുപ്പിൽ നേട്ടമുണ്ടാക്കുകയും TDPയെ അധികാരത്തിൽ തിരിച്ചെത്തിക്കുകയും ഒക്കെ ചെയ്തത് പവൻ കല്യാണിൻ്റെ രാഷ്ട്രീയ ബുദ്ധിയാണ്. ഇതേ പവൻ കല്യാണിനെ സംബന്ധിച്ചും നേരത്തെ ചിരാഗ് പാസ്വാനെക്കുറിച്ച് പറഞ്ഞത് വളരെ കൃത്യമായിട്ട് പറയാം. ആന്ധ്രാപ്രദേശിലെ രാഷ്ട്രീയത്തിൽ മതത്തിനും മതം മാറ്റത്തിനും ഒരു വലിയ പ്രാധാന്യമുണ്ട്. നിങ്ങൾ കേട്ടാൽ ഞെട്ടുന്ന കണക്കുകളാണ് ആന്ധ്രാപ്രദേശിൽ നിന്ന് പുറത്തു വരുന്നത്. കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിരുന്ന രാജശേഖർ റെഡ്ഡി, അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. അദ്ദേഹം ആന്ധ്രാപ്രദേശിലെ കോൺഗ്രസിൻ്റെ മുഖമായിരുന്നു, കുറേ കാലം മുഖ്യമന്ത്രിയൊക്കെ ആയിരുന്നു. അദ്ദേഹം ഒരു ക്രിസ്ത്യൻ കൺവേർട്ടാണ്. അദ്ദേഹത്തിൻ്റെ കുടുംബം ക്രിസ്ത്യൻ കൺവേർട്ടാണ്. അദ്ദേഹത്തിൻ്റെ മകനാണ് ഇപ്പോൾ ഇത്രയും കാലം അവിടെ ഭരിച്ചുകൊണ്ടിരുന്നത്. അദ്ദേഹത്തെ താഴെ ഇറക്കിയാണ്, അധികാരത്തിൽ നിന്ന് വലിച്ചു താഴെയിട്ടാണ് ഇപ്പോൾ TDP വീണ്ടും അധികാരം പിടിച്ചെടുത്തിരിക്കുന്നത്. പക്ഷേ കഴിഞ്ഞ ഭരണകാലത്ത് ആന്ധ്രാപ്രദേശിൽ വ്യാപകമായ മതം മാറ്റവും വ്യാപകമായ ഭൂമി കയ്യേറ്റവും മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ചില കണക്കുകൾ മാത്രം, 1-2 കണക്കുകൾ മാത്രം ഞാൻ സമയം ഇല്ലാത്തതുകൊണ്ട് പറയുകയാണ്. ആന്ധ്രാപ്രദേശിലൊരു അസൈലം പാസ്റ്റേഴ്സ് ലീഗ് എന്ന് പറയുന്ന ഒരു സംഘടനയുണ്ട്. ഈ സംഘടനയുടെ കണക്കനുസരിച്ച് തന്നെ അവർ 2012 15,000 പേരെ മതം മാറ്റി എന്ന് പറയുന്ന സംഘടനയാണ്. അത് 2013 37,000, 2014 3 ലക്ഷം, 2015 ആയപ്പോഴേക്കും അത് 6 ലക്ഷമായി എന്നാണ് പറയുന്നത്. പിന്നീട് ഇങ്ങോട്ടുള്ള കണക്കുകൾ അവൈലബിൾ അല്ല, ഇത് അവരുടെ തന്നെ കണക്കാണ്. മറ്റൊരു സംഘടനയുണ്ട്, ഇവാഞ്ചലിക്കൽ ലൂത്തറൻ ചർച്ച് എന്നാണ് ആ സംഘടനയുടെ പേര്. ഈ സംഘടനയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളവർ തന്നെ 30 ലക്ഷത്തോളം ആൾക്കാരാണ്. ഇവരെല്ലാവരും ക്രിസ്ത്യൻ കൺവേർട്ട്സ് ആണെങ്കിലും രേഖകളനുസരിച്ച് ഇവരാരും ക്രിസ്ത്യാനികളല്ല. ഇവരിൽ ഭൂരിഭാഗവും ഹിന്ദു പിന്നോക്ക ജാതി വിഭാഗങ്ങളിൽ പെട്ട ആൾക്കാരാണ്. കേരളത്തിലുമൊക്കെ നടക്കുന്ന പോലെയുള്ള തരത്തിലുള്ള മതമാറ്റം. പക്ഷേ ഇത് ഭീകരമായ തോതിലാണ് ആന്ധ്രാപ്രദേശിൽ മതമാറ്റം നടന്നത്. ഏതാണ്ട് അനൗദ്യോഗികമായി പറയുന്നത് 25% ജനങ്ങൾ ആന്ധ്രാപ്രദേശിലെ ഈ പറയുന്ന രീതിയിൽ മതം മാറിയിട്ടുണ്ട്. എല്ലാവരും പിന്നോക്ക വിഭാഗങ്ങളിൽ പെട്ട ആൾക്കാരാണ്. ഇവരെ എങ്ങനെയാണ് മതം മാറ്റുന്നത് എന്നുള്ളതൊക്കെ നമുക്കെല്ലാവർക്കും അറിയാം. എഡ്യൂക്കേഷൻ, ഫ്രീ ഫുഡ്, അതുകൂടാതെ ചില രേഖകളൊക്കെ പുറത്തു വന്നിട്ടുള്ളതനുസരിച്ച് മാസ ശമ്പളം കൊടുക്കുന്നുണ്ട് പല
കുടുംബങ്ങൾക്കും. അങ്ങനെയാണ് പലരെയും മതം മാറ്റിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരിതസ്ഥിതിക്ക് വലിയ തോതിൽ സർക്കാരിൻ്റെ ഭരണകൂടത്തിൻ്റെ സംവിധാനത്തിൻ്റെ സപ്പോർട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ ഭരണകൂടം അങ്ങനെ തന്നെ സപ്പോർട്ട് ചെയ്യുന്നു. അത് രാജശേഖർ റെഡ്ഡിയുടെ കാലം തൊട്ട് ഇങ്ങോട്ട് അങ്ങനെ തന്നെയായിരുന്നു. തിരുപ്പതി ക്ഷേത്രത്തിൽ പോലും അതിൻ്റേതായ സ്വാധീനം ഉണ്ടായത് വാർത്തകളിലൊക്കെ വന്നതാണ്. അപ്പോൾ ഈ ഒരു ഭരണ സംവിധാനത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത ആളാണ് പവൻ കല്യാൺ. മതം മാറ്റ മാഫിയയ്ക്കെതിരെ ഹിന്ദു സനാതന ധർമ്മിയാണ് അല്ലെങ്കിൽ സനാതന ധർമ്മ വിശ്വാസിയാണ് താനെന്ന് അഭിമാനത്തോടു കൂടി പറയുന്ന, ഹനുമാൻ്റെ വിഗ്രഹമെടുത്ത് തോളത്ത് വെച്ചുകൊണ്ട് തന്നെ പ്രകടനം നയിക്കുന്ന പവൻ കല്യാൺ തീർച്ചയായിട്ടും സോറോസിൻ്റെയും പാർട്ടികളുടെയും അല്ലെങ്കിൽ അവരുടെ അധോലോക സംഘത്തിൻ്റെയും കണ്ണിലെ കരടായതിൽ യാതൊരു അത്ഭുതവുമില്ല. അപ്പോൾ പവൻ കല്യാണിനെയാണ് രണ്ടാമതായി ടാർഗറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ രണ്ടാമത്തെ നേതാവ്. ഇവരുടെയൊക്കെ മുകളിലുള്ളത് മോദിയാണ്. മോദിയോടൊപ്പമുള്ള ശക്തരായ അമിത്ഷായെ പോലുള്ള നേതാക്കന്മാരാണ്. ഞാൻ BJPയെ വിട്ടിട്ടുള്ള ദേശീയവാദികളായ നേതാക്കന്മാർ രണ്ടുപേരുടെ കാര്യം മാത്രമാണ് പറയുന്നത്. ഇനി ഇവരെങ്ങനെയാണ് ഈ ഓപ്പറേഷൻ നടത്താൻ പോകുന്നത്? നിരന്തരമായ നരേറ്റീവ്സുകൾ സൃഷ്ടിക്കുന്നതിലൂടെ, നിരന്തരമായ വാർത്തകൾ സൃഷ്ടിക്കുന്നതിലൂടെ ഗ്രൗണ്ട് ലെവലിൽ ഈ പറയുന്ന സംഘടനകളെയും മാധ്യമങ്ങളെയും ഒക്കെ ഉപയോഗിച്ച് ഇവരുടെ ജനപിന്തുണ ഇടിക്കാനും ഇവരുടെ പാർട്ടി ഓർഗനൈസേഷനുള്ളിൽ തന്നെ വലിയ തോതിൽ വിള്ളലുണ്ടാക്കാനും ഒക്കെ സ്ഥിരം ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഇനിയുള്ള മാസങ്ങളിൽ ഈ രണ്ട് നേതാക്കന്മാർക്ക് എതിരെയും ഉണ്ടാകും എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിൻ്റെ കാതലെന്ന് പറയാവുന്നത്. എന്തുകൊണ്ടാണ് ഇവർ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഈ നേതാക്കന്മാരോടുള്ള പ്രത്യേകമായ പേഴ്സണൽ വിരോധമോ ഒന്നുമല്ല. വിരോധം ഭാരതത്തോട് തന്നെയാണ്. ഇത് നമ്മൾ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതാണ്. ഭാരതത്തെ അസ്ഥിരപ്പെടുത്തുക ജാതിയുടെ അടിസ്ഥാനത്തിൽ, പ്രദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ, ഭാഷയുടെ അടിസ്ഥാനത്തിൽ, മതത്തിൻ്റെ അടിസ്ഥാനത്തിൽ പരസ്പരം തല്ലുകൂടുന്ന യോജിപ്പില്ലാത്ത ഒരു ജനവിഭാഗങ്ങളുടെ ഒരു കൂട്ടമായി ഭാരതത്തെ മാറ്റുക, ആഭ്യന്തര യുദ്ധം, ആഭ്യന്തര സംഘർഷമുണ്ടാക്കുക, ഭാരതത്തിൻ്റെ ലോകത്തിൻ്റെ നെറുകയിലേക്കുള്ള പോക്കിനെ തടസ്സപ്പെടുത്തുക. ഇത് തന്നെയാണ് വളരെ കൃത്യമായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതിലെ ഏറ്റവും സങ്കടകരമായ, ഏറ്റവും പ്രതിഷേധാർഹമായ ഒരു കാര്യം ഇവിടെയുള്ള ചില നേതാക്കന്മാർക്ക് ഈ പറയുന്ന അധോലോക സംഘങ്ങളുമായിട്ടുള്ള ബന്ധമാണ്. ചില നേതാക്കന്മാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങേയറ്റം സീനിയറായിട്ടുള്ള നേതാക്കന്മാർ. അവരുടെ തെരഞ്ഞെടുപ്പ് പ്രചരണവും പ്രചരണായുധങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ ഡിസൈൻ ചെയ്തത് ഭാരതത്തിന് പുറത്താണ് എന്നുള്ളത് സത്യമാണെങ്കിൽ ഇത് വലിയ രാജ്യദ്രോഹം തന്നെയാണ്. ഭാരതത്തിനുള്ളിൽ പരസ്പരം പോരടിക്കാം, പരസ്പരം രാഷ്ട്രീയ വ്യത്യാസം ഉണ്ടാവാം, പരസ്പരം വെല്ലുവിളിക്കാം, അതൊക്കെ വേറെ കാര്യമാണ്. പക്ഷേ വിദേശ ശക്തികളെ കൂട്ടുപിടിച്ച് സ്വന്തം മാതൃരാജ്യത്തെ ഭരണ സംവിധാനത്തെ അട്ടിമറിക്കാൻ ആരെങ്കിലും കൂട്ടുനിൽക്കുന്നുണ്ടെങ്കിൽ അവർക്ക് കാലം യാതൊരു കാരണവശാലും മാപ്പ് കൊടുക്കില്ല. ഇനി ഈ പറയുന്ന ഭാരതത്തിലെ ഉന്നതരായ രാഷ്ട്രീയ നേതാക്കന്മാർക്ക് ഉള്ള വിദേശ ബന്ധങ്ങൾ, അവരെങ്ങനെയാണ് ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് എന്നുള്ളത് സംബന്ധിച്ചും ചില വാർത്തകളൊക്കെ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ആ വാർത്തകളെക്കുറിച്ച് ഇനി അടുത്ത ദിവസം പറയാം. നമസ്കാരം.